ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് സീസൺ 2 എപ്പിസോഡ് 1. സോ കഴിഞ്ഞൊരു എപ്പിസോഡ് കണ്ട എല്ലാവർക്കും, കഴിഞ്ഞ ഒരു സീസൺ ഫുൾ കണ്ട എല്ലാവർക്കും എൻ്റെ വക നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഗൈസ്, ഇന്ന് പുതിയൊരു എപ്പിസോഡ് സീസൺ 2 ഒരു എപ്പിസോഡ് 1 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞൊരു 10-20 എപ്പിസോഡ് അത്രയും കോണ്ടന്റ് കിട്ടുമെന്നും പിന്നെ ഇത്രയും സംസാരിക്കാൻ കാണുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്, സത്യം പറഞ്ഞാൽ. അപ്പോൾ പുതിയൊരു സീസണിലോട്ട് കടക്കാൻ പറ്റിയതിനെ വലിയ കാര്യമായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പം ഞാൻ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ഞാൻ ഇന്നത്തെ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ഗസ്റ്റിനെ പറയുമ്പോൾ ഗസ്റ്റ് ഒരു വൻ സംഭവമാണെങ്കിലും ആള് ഒരു ചെറിയ ചോട്ട ആളാണ്. സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ് ഗൈസ്. പയ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ മാറ്റി നിർത്താൻ പറ്റൂല. ഇവൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ളൊരു കിടിലം മനുഷ്യനാണ് ഗൈസ്. കിടിലം കൊച്ചിറക്കരാണ്. ഇവൻ ഡ്രംസ് വായിക്കും, കീബോർഡ് വായിക്കും, ഗിറ്റാർ വായിക്കും, ബേസ് വായിക്കും, ലീഡ് ഗിറ്റാർ വായിക്കും, അതുപോലെ വോക്കലും നന്നായിട്ട് പാടും. സീനാണ്, മൊത്തത്തിൽ സീനാണ്. അപ്പം നമ്മുടെ ഗസ്റ്റ് ആരാണ്, എവിടെ നിന്നാണ്, അവന്റെ പേരെന്താണെന്നുള്ള ഗസ്റ്റ് പറയുന്നതായിരിക്കും ഗൈസ്. യെസ്, ഓവർ ടു മൈ ഗസ്റ്റ്. പറയൂ ഗസ്റ്റ്. എന്റെ പേര് ആരോൺ ആണ്. ഞാൻ വഴയില് താമസിക്കുന്നു. വഴയില? യെസ്. ഇത്രയൊക്കെ പേര്. അല്ല, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? ഞാൻ ഇനി 8ാം ക്ലാസ്സിലോട്ട് പോകും. സീൻ ഇനി 8ാം ക്ലാസ്സിൽ? ഓ മാൻ, സീൻ. യെസ്. അല്ല, ഈ 8ാം ക്ലാസ്സിലോട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ കൊച്ചായിട്ട് കാണാനൊന്നും പറ്റൂല. കൊച്ചായിട്ട് കാണുന്ന വെച്ചാൽ ഞാൻ അങ്ങനെ കുഞ്ഞായിട്ട് കാണുന്നല്ല. ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഇവൻ അത്രയ്ക്കും ടാലന്റഡ് ആണ് ഗൈസ്. ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇവന്റെ വീഡിയോസ് എനിക്ക് കിട്ടും. വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ടാഗ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. വൻ സംഭവമാണ്, അല്ലെങ്കിൽ വൻ കിടിലാണ്. അപ്പം ആദ്യം തന്നെ അയ്യോ, ഞാൻ നിന്നെ വെൽക്കം ചെയ്യാൻ വിട്ടു ഗൈസ്. യെസ് ആരൻ, വെൽക്കം ടു മൈ ഷോ. യെസ്. അപ്പൊ ഞാൻ ആരൻ്റെ അടുത്ത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പം അവൻ നീ എപ്പോഴാണ് ഇങ്ങനെ ഒരു എന്താ പറയാ, മ്യൂസിക് ഡ്രംസ് ആണെങ്കിലും ഈ മ്യൂസിക് എന്നുള്ളൊരു സംഭവം എപ്പോഴാണ്, എന്നോട്ടാണ് നിനക്കത് പെർസ്യൂ ചെയ്യണമെന്ന് ഒരു തോന്നലുണ്ടായത്, പഠിക്കണമെന്നൊക്കെ തോന്നലുണ്ടായത് എന്നോട്ടാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് വയസ്സൊന്നും അറിഞ്ഞൂടാ. കൊച്ചിലായിരുന്നപ്പം എന്റെ പപ്പയാണെങ്കിൽ വർക്കിന്റെ ഇടയ്ക്കൊക്കെ മ്യൂസിക് ഒക്കെ ഇട്ട് ഇടയ്ക്ക് ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങനെ വരുമ്പം ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ ഇരുന്ന് വയറിലൊക്കെ ഇട്ട് അപ്പൊ എന്റെ അമ്മ പറയും, അയ്യോ എടി അങ്ങനെയൊന്നും അടിക്കില്ല കേട്ടോ, ഇങ്ങനെ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് അടിക്കായിരുന്നു. പിന്നെ പപ്പ പറഞ്ഞ് ഇവന് ഡ്രംസ് ആണ്, എന്താണ് ഇവനെ ഡ്രംസ് പഠിക്കാൻ കൊണ്ടുവിടണം. അപ്പൊ അങ്ങനെ ഡ്രംസ് പഠിക്കാൻ കൊണ്ടുവിട്ടു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അത്ര ഡ്രംസിനോട് ഉള്ളത് ഇതില്ലായിരുന്നു. എന്നെ അടിച്ചടിച്ചൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പുതിയതായിട്ട് ഒരെണ്ണം കൊണ്ടുപോയി. പക്ഷെ ഇപ്പൊ പണ്ടൊക്കെ പണ്ട് ന്യൂസ് ബോയ്സിന്റെ ഒക്കെ കേൾക്കുമ്പം എനിക്ക് ഡ്രമ്മർ നല്ലതാണ്, സീനാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇൻസ്പിറേഷൻ തന്നത് പ്ലാൻ ഷേക്കേഴ്സിലുള്ള ആൻഡി ഹാരിസൺ ആണ്. അപ്പൊ ഞാനാണെങ്കിൽ അയാളുടെ വീഡിയോ കണ്ടു, ആൻഡി ഹാരിസൺ. പിന്നെ ഇതൊന്നപ്പം അയാളുടെ സോളോസ് ഒക്കെ കണ്ട് അയാളുടെ നിന്ന് കുറെ പഠിച്ച് ഞാൻ ഇനി കുറെ സ്ഥലങ്ങളൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റി. ചർച്ചില് ഡ്രംസ് വായിക്കാൻ പറ്റി. ഇപ്പോഴും അങ്ങനെയാണ് കൂടുതൽ നിന്നെ ഡ്രമ്മർ, ഒരു പ്രോ ഡ്രമ്മർ ആയിട്ട് കണ്ടുപിടിച്ചല്ലേ? യെസ്. അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു. ഇവനാണെങ്കിൽ ചർച്ചിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. മറ്റേ എന്താണ് സംഭവം എന്നോ, ഇവൻ എങ്ങനെയാ ഡ്രംസ് വായിക്കുമെന്നോ ഒരു ഐഡിയ ഇല്ല. നമുക്ക് ആ കൂടി അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഡ്രംസ് അറിയാം, കാര്യം ഇവൻ കഹൂണ് വായിക്കുമായിരുന്നു ഗൈസ്.
അപ്പം അത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പിന്നീട് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ആരാ നിനക്ക് അക്കൗണ്ടിൽ പിടിച്ചെടുത്തിയ ജഡ്ജാനാണ്? ഇല്ല കഹൂണിലെത്തിയത് അഞ്ചു ചേച്ചി. ഓക്കെ മലയാളത്തിനുള്ള അപ്പൊ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ തുടക്കത്തില് കേറാൻ വേണ്ടി എന്നെ എന്താണ് മലയാളത്തിന് കീബോർഡിന്റെ കൂടെ ബീറ്റ് ഇട്ട് കഹൂൺ വായിക്കാൻ പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ കണ്ടത് നീ ഒരു ദിവസം ഒരു ഒരു ദിവസം നോക്കിയപ്പോ ഇവൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഡ്രംസ് ഒക്കെ വായിക്കുന്ന ഐ മീൻ കഹൂണ് വായിച്ച് ആണ് ഞാൻ ആദ്യം ഇവനെ കണ്ടത്. പിന്നീട് ഇവന്റെ ഒരു ചെറിയൊരു കിറ്റ് അലീസിന്റെ ഒരെണ്ണം കൊണ്ടുവന്നു. അതുകൊണ്ടാ പിന്നെ വായിച്ച. അങ്ങനെയാണ് മനസ്സിലായത്, ഇവൻ വിഷയമാണെന്ന് അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അപ്പോഴാണ് മനസ്സിലായത് ആള് പൊളിയാണെന്നുള്ളത്. പൊക്കി പറയുന്നല്ല, എന്നാലും പൊക്കി പറഞ്ഞേ പറ്റുള്ളൂ. സംഭവം ഇവൻ വന്നോടെ നമ്മള് പതിയെ ഒരു പ്രോപ്പർ ഒരു ബാൻഡിലോട്ട് സ്വിച്ച് ചെയ്തല്ലേ. പിന്നെ ജോചേട്ടൻ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത്, ഐ മീൻ ജോചേട്ടൻ മാത്രല്ല കുറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പിന്നെ പതിയെ ബേസ് ആഡ് ചെയ്തു. പതിയെ പിന്നീട് നമ്മളിപ്പം മിഡി കീബോർഡിലോട്ടൊക്കെ ചാടിയിട്ടുണ്ട്. ഇനി ക്ലിക്ക് ട്രാക്ക് ഒക്കെ ഇടാൻ പതിയെ നമ്മൾ ഓരോന്നിലോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയാ, ഇവൻ എന്റെ പോഡ്കാസ്റ്റ് വന്നോണ്ട് ഞാൻ ഇവനെ പൊക്കി പറയാണ്. അപ്പം ഇവനെ ഡ്രംസ് പ്ലേ ചെയ്യുന്നത് കണ്ടതോടെ എല്ലാവർക്കും ഒരു ആവേശമായി. നന്നായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നന്നായിട്ട് ചെയ്യണം, ലൈക്ക് പ്രോപ്പറായിട്ട് ഒരു ബാൻഡായിട്ട് നമുക്കിപ്പോ ഉണ്ട്. അപ്പം നിനക്ക് സ്കൂളിൽ എങ്ങനെയാ, സ്കൂളില് ബാൻഡായിട്ടുണ്ടോ, ഇങ്ങനെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെ സ്കൂളില് ഒരു ക്ലാസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സിന് എന്താണ് ഡ്രംസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ വർഷം ഞാൻ ഡ്രംസ് എടുക്കായിരുന്നു. പക്ഷെ ഞാൻ ഡ്രംസ് ഞാൻ ബാൻഡിനെ ആയി. ബാൻഡ് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ. പക്ഷെ ഞാൻ പ്രോഗ്രാമിനൊന്നും ഇതുവരെ വായിച്ചിട്ടില്ല. ബാൻഡിന് കയറിയിട്ട് ഇൻസ്ട്രുമെന്റ്സിന് വായിച്ചപ്പോ കുറെ പ്രോഗ്രാമിനൊക്കെ വായിക്കാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത വർഷം ഇൻസ്ട്രുമെന്റ്സ് ഡ്രംസിന് കയറണം. അടുത്ത വർഷം അല്ല അടുത്ത വർഷമല്ല, സ്കൂള് തുറക്കുമ്പോ. അപ്പൊ അതല്ല, നീ എന്തൊരു കോമ്പറ്റീഷൻ, ഐ മീൻ എന്തോ ഒരു ഇവന്റിന് എന്തോ വായിച്ചില്ലായിരുന്നോ? അത് സയൻസ് ഫെയറിന്റെ സയൻസ് എന്ന് പറഞ്ഞ സയൻസ് ഫെയറിൽ അങ്ങനെയെന്ന് പറഞ്ഞ സയൻസ് ഫെയറില് എന്താണ് ഇൻസ്ട്രുമെന്റ് സ്റ്റേജ് ഒരു സ്റ്റേജ് അവര് കിട്ടിത്തരും. അപ്പം അങ്ങനെ എന്താണ് അവ വായിച്ച ബി ഗ്രേഡ് ഇട്ടു, എ ഗ്രേഡ് ഇട്ടു. എനിക്ക് രണ്ടിന് 10 മാസം എ ഗ്രേഡ് കിട്ടി. അല്ല ഇപ്പം നീ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഡ്രംസ് ഗ്രേഡ് നോക്കുന്നുണ്ടോ? ഡ്രംസ് ആദ്യം ഞാൻ ഗ്രേഡ് 2 എഴുതി. ഇപ്പൊ ഞാൻ 4th എഴുതി കഴിഞ്ഞു. റിസൾട്ട് വന്നു, ഡിസ്റ്റിങ്ഷൻ കിട്ടി. അടുത്ത് 6th, അത് കഴിഞ്ഞിട്ട് 8th. ഏതാ എനിക്കിത് അറിയത്തില്ല ഏതുവരെ ഉണ്ടെന്ന്. 8th ഗ്രേഡ് ആണോ? അല്ല 8th ഗ്രേഡ് ആണ് ഗ്രേഡിന്റെ. പിന്നെ ഡിപ്ലോമ ഒക്കെ ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ സത്യം പറയാലോ, ഇവന്റെ പ്രായത്തിൽ ഞാൻ എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇന്നത്തേക്ക്, ഐ മീൻ ഈ ഒരു സമയമാകുമ്പോ, ഈ ഒരു സമയത്ത് എത്തുമ്പോ എന്തെങ്കിലും നല്ലൊരു മ്യൂസിഷ്യൻ ആയെന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്. സംഭവം ഇപ്പം ആറിന്റെ ഫാദർ നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവനെ പഠിക്കാൻ വിട്ടു. ആദ്യം പക്ഷേ നിനക്ക് മടിയായിരുന്നല്ലോ അല്ലേ? എനിക്ക് നല്ല മടിയായിരുന്നു. പിന്നീട് ഇപ്പൊ ശരിക്കും എൻജോയ് ചെയ്യുന്നില്ല വായിക്കുമ്പോ? ശരിക്കും ഇനിഷ്യലി എല്ലാവർക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണും, ഒരു മടി കാണും. പക്ഷെ അത് നമ്മളിപ്പം ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നത്തെ നല്ല ഒരു എൻജോയ്മെന്റ് അല്ലേ? നമ്മള് ഗെയിം കളിക്കുന്നതിന് പകരം പോസ്റ്റ് കളിക്കും. അല്ല എന്നാലും നീ മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു സമയം ഗെയിം കളിക്കുന്നതിന് പകരം അല്ലേ പോയി പഠിച്ചത്? ഞാനീ പറയാൻ കാര്യം, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഞാൻ കണ്ട, ഐ മീൻ നീ ഡ്രം കവർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അതും കൂടെ ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. അതും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വീഡിയോയില്, അപ്പോഴേ നിങ്ങക്ക് മനസ്സിലാകത്തുള്ളു. അപ്പം ഞാൻ റീസെന്റ് പോസ്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാമില്, ഇങ്ങനെ ഗെയിം കളിക്കുന്നതിന് പകരം ആ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പറഞ്ഞു, നമ്മുടെ വൊക്കാണ്ട ഇല്ലേ, ബ്ലാക്ക് പാന്തർ മൂവി,
അതിന്റെ മ്യൂസിക് ഡയറക്ടർ, ഇപ്പം മറ്റേ ഓപ്പൺഹൈമറിന്റെ മ്യൂസിക് ഡയറക്ടർ, പുള്ളി ഇങ്ങനെ അവാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഐ താങ്ക് മൈ ഡാഡ് ആൻഡ് മോം ബൈ നോട്ട് ഗിവിങ് വീഡിയോ ഗെയിം എന്ന് പറഞ്ഞിട്ട്. അതിന് പകരം പുള്ളിക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു കൊടുത്തു വായിക്കാനായി. പിന്നെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അറിയാം നിനക്ക്? ഐ മീൻ ഞാൻ കുറച്ച് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഞാൻ പറഞ്ഞു. നീ എങ്ങനെയാണ് എല്ലാം പഠിച്ചെന്ന് ഓരോന്ന്? സ്വന്തമായിട്ട് പഠിച്ചാണോ അതോ പോയി പഠിച്ചാണോ? ഡ്രംസ് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ ഗിത്താറ് എന്താണ്, ഗിത്താർ ഇപ്പൊ ഞാൻ പോണുണ്ട്. ഗിത്താറ് ഞാൻ കീബോർഡ് പഠിക്കണ സെയിം സ്ഥലത്ത് തന്നെ. അപ്പൊ ഗിത്താർ നല്ലപോലെ പഠിപ്പിക്കും. ഇപ്പൊ കോഡൊക്കെ കഴിഞ്ഞ് എവിടെയാണ് പോകുന്നത്? CDMS. കീബോർഡ് ഇപ്പൊ ഗ്രേഡ് 2 എഴുതി. ഗ്രേഡ് 2 എഴുതി. അടുത്ത് ഗിത്താർ എഴുതണം. പക്ഷെ വോക്കല് ഞാൻ പഠിക്കാൻ പോണുണ്ട്. വോക്കല് ഞാൻ ഡ്രംസ് പഠിക്കാൻ പോണ സ്ഥലത്താണ് ഞാൻ പോണം. ഡ്രംസ് പഠിക്കാൻ പോണ സ്ഥലത്ത് ജാം പട്ടം അവിടെ വരെ. അപ്പൊ അവിടെ പോയിട്ട് പിന്നെ ഈയിടയ്ക്കല്ല കഴിഞ്ഞ വർഷം എന്തോ ലാസ്റ്റ് ആയപ്പോ എന്തോ നമുക്കൊരു പ്രോഗ്രാം ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു ഈ യൂറോപ്പിൽ നിന്ന് ഒരു ജാസ് ബാൻഡ് വന്നു. അപ്പൊ മോക്കാന്നും പറഞ്ഞു. അപ്പൊ അവിടെ ഒരു യൂത്ത് ടീം കൂടി പാട്ട് പാടി, അല്ല പാട്ട് പാടിയെന്നല്ല, ഇൻസ്ട്രുമെന്റ്സ് പാടി. ഞാൻ മാത്രമേ പാട്ട് പാടാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പാട്ട് പാടി. കൊള്ളായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചെറിയ ചെറുതാണെങ്കിലും വലിയ സ്റ്റെപ്സ് ആണ്. സീനാണ്. അല്ല, അപ്പം വോക്കൽസ് എങ്ങനെ? അത് നല്ല, ഇവന് നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ എങ്ങനെ നിനക്ക് വോക്കൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് വോക്കൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഡ്രംസ് വായിക്കുമ്പം കൂടെ പാടി എനിക്ക് തെറ്റിപ്പോവും, ബീറ്റ് തെറ്റിപ്പോവും. അപ്പൊ അങ്ങനെ പറ്റത്തില്ല. ഓക്കെ, അതല്ല, എനിക്ക് എബിൻ ചേട്ടൻ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എബിൻ ചേട്ടൻ കീബോർഡൊക്കെ കീബോർഡ് വായിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ എന്താണ്, പള്ളിയില് ബേസ് വായിക്കാൻ തുടങ്ങിയ. അപ്പം ബേസും ആദ്യം ഗിത്താർ വായിച്ചു തുടങ്ങി. അപ്പൊ ഗിത്താറും എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ബേസ് ഒന്നും പഠിച്ചിട്ടില്ല? ഒന്നും പഠിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ എങ്ങനെ പഠിച്ചു? അതാണ് ഗൈസ് മാജിക്. ഇതാണ് സീൻ മാജിക്. അല്ല, ആക്ച്വലി ഞാൻ ഗിറ്റാർ പഠിച്ചെന്ന് പറയുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡാനി. നിനക്കറിയാം? എനിക്കറിയാം. അപ്പം പുള്ളിക്കാരൻ ഈ കൊറോണയ്ക്ക് ജസ്റ്റ് കുറച്ച് നാൾ മുമ്പ്, ഐ മീൻ ലോക്ക്ഡൌണിന് മുമ്പ്, എന്നെ ഇവിടെ കനോക്കുന്ന് കൊട്ടാരല്ലേ, അവിടെ ആക്ച്വലി പുള്ളിയുടെ ഗിറ്റാർ ശരിയാക്കാൻ വേണ്ടി പോയി. അപ്പൊ ഡാനിപ്പറിന്റെ ഗിറ്റാർ ശരിയാക്കിയിട്ട് കനോക്കുന്ന് വന്നു. എന്നിട്ട് എനിക്ക് 4 കോഡ് പറഞ്ഞു ഗിറ്റാറിന്. ജി സ്കെയിലില് ജി മൈനർ CD അത് പറഞ്ഞു. അപ്പൊ അതായിരുന്നു എന്റെ ഗുരുവാണ് ഗൈസ് ഡാനി ബ്രോ. അപ്പം ഡാനി ആക്ച്വലി എനിക്ക് പറഞ്ഞു തന്നു, ശരിക്കും എനിക്ക് പറഞ്ഞു തന്നപ്പം എനിക്ക് ഒരു ഇത്രയും നാള് ഞാൻ മുമ്പ് ഗിറ്റാറൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരാഴ്ചക്കായി ഞാൻ നിർത്തി. സംഭവം സെയിം സ്റ്റോറി. എനിക്ക് മടി, പോകാൻ താല്പര്യമില്ല, കൈവേദന എടുക്കും, ഭയങ്കര മടി. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ നിർത്തി. പക്ഷെ എനിക്ക് അന്ന് ശരിക്കും എന്താ പറയാ, അയ്യോ എനിക്കിത് പഠിക്കണം, ഇത് നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണ്, നല്ല രസം. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ ഗിറ്റാർ പഠിച്ചു. ഐ മീൻ 1 വർഷം കൊണ്ട് ഞാൻ അത്യാവശ്യം പിക്ക് ചെയ്തു. അപ്പൊ ഡാനി ചേട്ടന് ഗിത്താർ വായിക്കാൻ അറിയാല്ലേ? അറിയാം. ഇപ്പൊ അറിയുമോന്ന് എനിക്കറിയത്തില്ല. കാര്യം പുള്ളി പിന്നീട് പഠിത്തം ഫോക്കസ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇപ്പൊ എനിക്കറിയുന്നത് ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒരിടത്ത് വെക്കരുത്. ഐ മീൻ അതിനെ ഷാർപ്പ് ചെയ്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കെല്ലാം പോകും. അതുകൊണ്ട് അത് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. അതിനെ പതിയെ ഞാൻ കീബോർഡ്, ബേസ് എല്ലാം പഠിച്ചു. ഒരു ഇൻസ്ട്രുമെന്റ് അറിയെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം തട്ടിക്കൂട്ടി പഠിക്കാൻ പറ്റും. പക്ഷെ പ്രോപ്പറായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. കഴിച്ചാൽ കുറെ കാര്യങ്ങൾ ഇപ്പം മ്യൂസിക് തിയറി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് നൊട്ടേഷനും അത് എഴുതാനൊക്കെ അറിയായിരിക്കുമല്ലോ.
അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ചുമ്മാ വായിക്കുന്നതിൽ ആവശ്യം വരത്തില്ല, പക്ഷെ നമുക്ക് ഒരു ഇൻഡെപ്ത് നോക്കുകയാണെങ്കിലും അത് വേണ്ടി വരും. യെസ്. പിന്നീട് ഗിറ്റാർ നീ ഐ മീൻ മറ്റേ CDMC പോകുന്നു പറഞ്ഞല്ലേ, അവിടെ എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്നൊക്കെ? കുഴപ്പമില്ല, നല്ലൊരു പഠിപ്പ്. സീൻ. നീ ഗിറ്റാർ സെർച്ച് ചെയ്തായി കഴിഞ്ഞ ആഴ്ച എന്തോ വായിച്ചല്ലേ? മലയാളത്തിൽ ഞാൻ വായിച്ചു. കൺഫ്യൂഷൻ വരും കേസ്. നമ്മുടെ ചേർച്ചിൽ 2 സർവീസ് ഉണ്ട്, മലയാളം രാവിലെ, ഇംഗ്ലീഷ്. ഐ മീൻ 8 to 10 ഇംഗ്ലീഷ് സർവീസ്, പിന്നെ 10:30 to 12:30 മലയാളം. അങ്ങനെ 2 ഇതുണ്ട്. അപ്പൊ അതിൽ 2 നമ്മള് പറ്റുന്ന പോലെയൊക്കെ നമ്മള് രണ്ടുപേരും ഇൻവോൾവ്. യെസ്. അപ്പം ശരിക്കും എന്താ പറയാ, ഇംഗ്ലീഷാണ് മെയിൻ താരങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെയല്ല, ഇങ്ങനെ എല്ലാത്തിലും ഐ മീൻ ടൈമിങ്, നമുക്ക് പ്രാക്ടീസ് വരുന്ന ടൈമിംഗ് ആണ് എനിക്ക് പ്രശ്നമാകുന്നത്. എനിക്ക് യൂഷ്വലി ലേറ്റ് നൈറ്റും അതൊക്കെ എനിക്ക് പറ്റും. ഒരു 6-നും 7-നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വരുമല്ലോ. നമ്മൾ മലയാളത്തിന് ഐ മീൻ ഇംഗ്ലീഷിന് പ്രാക്ടീസ് 8:30 to അങ്ങോട്ടല്ലേ, അത് വരുമ്പോ എല്ലാവരും 9 ഒക്കെ കഴിയും. അപ്പം അതാണ് എനിക്ക് കുറച്ച് എളുപ്പം. അതുകൊണ്ട് ഞാൻ മിക്കവാറും മലയാളത്തൊന്നും കാണില്ല. സീരിയസ്. പിന്നെ നമ്മുടെ ചേർച്ച് എന്നെ ബേസിക്കലി എനിക്ക് ചേർച്ചിൽ നിന്നാണ് കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. ലൈക്ക് ജോച്ചേട്ടൻ മാത്രമല്ല, എല്ലാം വോക്കൽസ് ആണെങ്കിലും എല്ലാത്തിന്റെ ബേസ് എനിക്ക് ചേർച്ച. കാര്യം ഞാൻ വർഷിപ്പ് ടീമില് ആദ്യം പാടാനായിരുന്നു വന്നെ, പിന്നെ ഗിറ്റാറായി. അല്ല, അതിനു മുമ്പ് കഹൂണായിരുന്നു. ഞാൻ കഹൂണ് വാങ്ങിച്ചോണ്ടിരുന്ന തട്ടിക്കൊണ്ടിരുന്ന. പിന്നെ ഗിറ്റാർ വായിച്ചു ഇടയ്ക്ക്. പിന്നീട് ബേസിലോട്ട് വന്നു. ഇപ്പൊ ബേസ് തന്നെ സ്റ്റേ. ബേസ് ഒരു കിടില ഇൻസ്ട്രുമെന്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബേസ് ഇമ്പ്രൂവ് ചെയ്തത് ഞാൻ ചേർച്ചിൽ വായിച്ചാണ്, വേറെ എവിടെയും വായിച്ചിട്ടില്ല. ചേർച്ചിൽ വായിച്ചാണ് ഞാൻ ബേസ് ഇമ്പ്രൂവ് ആയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു ഒരു ആൾക്കൂട്ടത്തില് ഫ്രണ്ടിലിരുന്ന് വായിക്കുന്ന ചർച്ച തന്നെ. വേറെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു നീ ഇന്നിയേഴ്സ് യൂസ് ചെയ്ത് വായിച്ചതും ചേർച്ചിലായിരിക്കും അല്ലേ? ഫസ്റ്റ് ആയിട്ട് ഞാൻ ചർച്ചിലാണ്. സീനാണ്. അപ്പൊ കുറെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസസും പിന്നീട് എന്താ പറയാ, നമുക്കൊരു ബേസിക്കലി ആസ് എ മ്യൂസിഷ്യൻസ് ഒരു ഗ്രോത്ത് ഉണ്ടായതും ചേർച്ചില്ല. അപ്പൊ ഗൈസ്, ഒന്ന് ചായ അടിക്കാൻ വേണ്ടി ചെറിയ ബ്രേക്ക് എടുത്ത്, ടീ ബ്രേക്ക്. സോ അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് റൈഡ് സിമ്പിൾ. പാട്ടിന്റെ പിന്നെ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവന് ഓരോക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സീൻ. ഇപ്പൊ ഡ്രംസിന്റെ കാര്യം നീ പറഞ്ഞു, എന്താ പപ്പ നിന്റെ ഫാദർ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ തട്ടുന്നു അങ്ങനെ. ഇപ്പം ഐ മീൻ കീബോർഡ് പഠിക്കാൻ എന്താണ് ഇൻട്രസ്റ്റ്? കാര്യം നീ ഇപ്പൊ റീസെന്റ് ഇവൻ പാട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗസ്. ഇങ്ങനെ ലൈക്ക് എക്സ്പെരിമെന്റ് ആണ് ഇപ്പം. പക്ഷെ ഇത്രയും ഐ മീൻ ഇത്ര നേരത്തെ ഞാൻ ആലോചിക്കുന്നു, ഇത്ര നേരത്തെ ഓരോ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഒരു നല്ലൊരു ഏജ് എത്തുമ്പോ നല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കീബോർഡ് പഠിക്കാൻ എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഇറങ്ങി ഡ്രംസും കൂടെ പഠിക്കല്ലേ, കീബോർഡും കൂടെ അങ്ങ് പഠിച്ചു കയറാൻ പറഞ്ഞു. കീബോർഡും ഗിത്താറും കൂടെ അങ്ങ് പഠിച്ചു കയറാൻ പറഞ്ഞു. അങ്ങനെയാണ് കീബോർഡും കൂടെ പഠിച്ചു തുടങ്ങിയത്. അല്ലാതെ പ്രൊഡക്ഷനിലോട്ട് കയറാനല്ല. ഇല്ല, ഞാൻ ഇതിനു മുമ്പേക്ക് ഒരു ബാൻഡ് ലാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് അത് മറ്റേ ഏബിൾട്ടൺ പോലെയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അതില് അങ്ങനെയല്ല, സൗണ്ടൊക്കെ ഉണ്ട്, മിഡി സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ അത്രക്കില്ല. പിന്നെ ഞാൻ ഏബിൾട്ടണിൽ ഒരു ട്രയൽ എന്ന് പറഞ്ഞൊരു സാധനം നോക്കി. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 30 ദിവസം മുഴുവൻ സാധനവും കിട്ടും ഫ്രീ ആയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ട്രയൽ കിട്ടിയപ്പോ ഇവിടെ കിടക്കല്ലേ നല്ല സാധനം. അപ്പൊ ഞാൻ ഒന്ന് വെറുതെ ഞാൻ ഒരു പാട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോ ഇത് കൊള്ളാല്ല. അതിനടുത്ത് ഇപ്പൊ എനിക്ക് കുറെ കൂടെ ഐഡിയ വന്നു തുടങ്ങി. അല്ല അപ്പൊ പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോ കീബോർഡ് നല്ല മിഡി കീബോർഡ് ഇമ്പോർട്ടന്റ് വായിക്കണം. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാ എന്റെ ചേച്ചി മിഡി കീബോർഡ് ചേച്ചിയാണല്ലോ. അപ്പം ഞാനാണെങ്കി ഇതിലുള്ള ലാപ്ടോപ്പിൽ വെച്ച് തന്നെ കീബോർഡ് ഇങ്ങനെ വായിക്കാൻ പറ്റൂല.
അതുപോലെ ഞാൻ അങ്ങനെ വായിച്ചാണ് ഞാൻ ഇത്ര റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഇപ്പം പക്ഷെ അത് ലാഗ് ആവും ഇടയ്ക്കിടയ്ക്ക്. അല്ല, മെയിൻ സംഭവം ഇപ്പൊ നമ്മളെ കീബോർഡിന് ആ സെൻസിറ്റിവിറ്റി ഉണ്ട് വെക്കുമ്പോ. അത് പക്ഷെ നമ്മുടെ മറ്റേ പിയാനോ കീബോർഡ് ഇല്ല, അതിൽ ആ സെൻസിറ്റിവിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ടൈപ്പ് ചെയ്യുന്ന കീബോർഡിൽ അത് കിട്ടും. അത് ഇങ്ങനെ പതുക്കെ അതാണ്. അപ്പൊ അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അപ്പൊ അതിന് കീബോർഡ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഗൈസ്. ഇപ്പം കീബോർഡ് പഠിച്ചിരിക്കുന്നത് ഇപ്പൊ പ്രൊഡക്ഷനിലൊക്കെ ഇറങ്ങുന്നതാണെങ്കിൽ കണ്ട പയ്യന്മാരൊക്കെ നേരത്തെ ഇറങ്ങി സീനാണ്. യെസ്. അപ്പം അല്ല, നീ ഇപ്പം എന്താ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചോ പ്രൊഡക്ഷൻ? കുറച്ചൊക്കെ പഠിച്ചു. അല്ല, എങ്ങനെയാണ് നിന്റെ ഫസ്റ്റ് സോങ് എന്താ ചെയ്തത്? ഐ മീൻ എക്സ്പെരിമെന്റ് ടച്ച് അതൊരു സോങ് ചെയ്തല്ലേ, അതെങ്ങനെ? അല്ല, നീ ചുമ്മാ ഇങ്ങനെ കൊറേ എക്സ്പെരിമെന്റ് പോലെ കുറച്ച് ചെയ്തില്ല, അത് എങ്ങനെയാ ചെയ്തത്? ഫസ്റ്റ് ഞാൻ ബാൻഡ് ലാബില്, അതും ഞാൻ ലാപ്ടോപ്പിൽ വെച്ചാണ് കീബോർഡ് വായിച്ചത്. ബാൻഡ് ലാബ് മറ്റേ ഓൺലൈൻ സംഭവല്ലേ? ഇത് ബാൻഡ് ലാബിനും ഏബിൾട്ടനുള്ള പ്രൊമോഷൻ അല്ല. സീൻ അല്ല, അപ്പൊ ഏബിൾട്ടനിലോട്ട് വന്നപ്പോ എങ്ങനെയായിരുന്നു പ്രോസസ്? സെയിം ആയിരുന്നു? ഇല്ല, ഏബിൾട്ടൺ വന്നപ്പോ കൊറേ ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ കൊറേ ഉണ്ടായിരുന്നു. ബാൻഡ് ലാബ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൊറേ ലൂപ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സൗണ്ട്സേ ഉള്ളൂ, ലിമിറ്റഡ് സൗണ്ട്സേ ഉള്ളൂ. ഏബിൾട്ടൺ ആണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാല്ലേ, നമുക്ക് വെളിയിൽ നിന്ന് ഒരുപാട് സൗണ്ട്സ് അതിലോട്ട് ഇമ്പോർട്ട് യെസ്, കൊറേ സൗണ്ട്സ് ഇമ്പോർട്ട് ചെയ്യാം. അത് മാത്രമല്ല കൊറേ സംഭവം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏബിൾട്ടൺ നല്ലൊരു ഡോ ആണ് വർക്ക് ചെയ്യാൻ പറ്റിയ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ. ഞാൻ ടോയ് എന്നാണ്. അപ്പം എന്തുവാ മറ്റേ ഇപ്പൊ നിനക്ക് എന്തൊക്കെ ബേസിക് ആയിട്ട് പറയാ? ബേസിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ അറിയാം. അല്ല, റെക്കോർഡിങ് അതല്ല, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പല പല സൗണ്ട് വെച്ച് സൗണ്ട് എഡിറ്റ് ചെയ്യാൻ അറിയാം, എഫക്ട്സ് ഇടാൻ അറിയാം, പിന്നെ ഓരോരോ സ്ലോട്ടിൽ ലെയർ ആയിട്ട് ആഡ് ചെയ്യാൻ അറിയാം, പിന്നെ ഡ്രംസ് ഒക്കെ പ്രോഗ്രാം ചെയ്ത് അറിയാം. അതന്നെ സംഭവം. എനിക്ക് തോന്നുന്നു നീ ഏബിൾട്ടൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അധികം നാളായില്ലല്ലോ, കുറച്ചാൾ. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ചേർച്ചിൽ നമ്മളെ മിഡി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഏബിൾട്ടൺ എടുത്തല്ലേ? അതേതാ, ലൈവ് ആണോ? ഏബിൾട്ടൺ ലൈവ്. ഞാൻ ഇപ്പൊ ട്രയൽ എടുത്തേക്കണ ഏബിൾട്ടൺ ലൈവ് 12 ആണ്. ചേച്ചിയുടെ വേറെ ഏതാണെന്ന് തോന്നുന്നു. അത് പക്ഷെ ലൈവ് അല്ലേ? ലൈവ് 11 ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് തോന്നുന്നു 8 ട്രാക്കേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ എന്തോ നോക്കിയപ്പം വേവ് ഫോം എന്നും പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു, വേവ് ഫോം. അപ്പൊ അത് നോക്കിയപ്പം അതില് കൊറേ ട്രാക്ക് കഴിഞ്ഞ. പിന്നെ ഞാൻ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പം അത് തുറന്നു വരണില്ല. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി, എന്താണ് വൈ ഈസ് മൈ വേവ് ഫോം ആപ്പ് നോട്ട് വർക്കിംഗ് എന്ന്. അപ്പൊ അങ്ങനെ അടിച്ചപ്പോ എന്താ മാക്ബുക്കിൽ ഇങ്ങനെയാണ്, വിൻഡോസിൽ ഇങ്ങനെ. പിന്നെ ഞാൻ അത് വിട്ടിട്ട് ഞാൻ ഏബിൾട്ടൺ ട്രയൽ എടുത്തു. ഞാനിപ്പോ ക്യാമറേന്റെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ക്യാമറ കണക്ട് ആവുന്നില്ല? അതുപോലെ സീനാണ് കേസ്. കുറച്ച് വീഡിയോ ആദ്യം എടുത്തത് ഇച്ചിരി ക്യാമറ സീനായിരുന്നു, അപ്പം വിഷ്വൽസ് ഇച്ചിരി പ്രശ്നമായിരിക്കും. ഡിസ്ക്ലെയിമർ. യെസ്. അപ്പം എന്താ പറയാ, അപ്പൊ നീ ഇപ്പം ഏബിൾട്ടണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എന്താ പറയാ, പക്ഷെ ഇവൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അയച്ചു തരും, ഇതെങ്ങനെ കേട്ട് നോക്കിയത് എങ്ങനെ എടുക്കുള്ളത്. പക്ഷെ ഇവൻ ചെയ്യുന്നതല്ല നൈസാണ്. അല്ല എന്താ പറയാ, പക്ഷെ ബേസിക് ആണെങ്കിലും കുറച്ച് ഐഡിയ ഉള്ളതായിട്ട് മനസ്സിലാവും. നിനക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ഒരു എന്താ പറയാ, ഫുൾ അറിയാത്തോണ്ട് ഒരു തുടക്കക്കാരൻ എനിക്ക് മുഴുവൻ അറിഞ്ഞോളാ, പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഐ മീൻ നെക്സ്റ്റ് ഇയർ അപ്പം ഹോപ്പ്ഫുള്ളി നല്ലൊരു പാട്ട് കിട്ടുമായിരിക്കും അല്ലേ? ഞാൻ ഈ വർഷം ഇങ്ങനെ കൊറേ ലിറിക്സ് എഴുതി, പക്ഷെ അതൊന്നും കാണാനില്ല. കൊറേയൊക്കെ കളഞ്ഞു ഈയിടെ. പിന്നെ ഞാൻ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ വലിയൊരു പാട്ട് എഴുതിയിട്ട് ഞാൻ സേവ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഇൻട്രോ എഴുതിയിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച്. അപ്പൊ ഞാൻ പിന്നെ സേവ് ചെയ്ത് വെച്ചില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നീ ചുമ്മാ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും.
ചുമ്മാ അങ്ങ് പാട്ടിറക്കിയോ? ഞാനൊരു പരസ്പര ബന്ധമില്ലാത്ത പാട്ടാണ് ഞാൻ ഇറക്കുന്നത്. അതുപോലെ എന്നുവെച്ചാ ഇപ്പൊ അങ്ങ് ഇറക്കിയോ, അപ്പൊ കേൾക്കുന്നവരാണെങ്കിലും നിന്നെ എന്താ അത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് തന്നെ കറക്റ്റ് ചെയ്യാം. ഇൻ ഫ്യൂച്ചർ നല്ലൊരു സാധനം ഇറങ്ങാൻ വേണ്ടിട്ട് നീ ഇറക്കി നോക്കും. ചെറിയ ഇപ്പൊ 1 മിനിറ്റ് ആണെങ്കിൽ ചുമ്മാ ഇറക്കിയോ, 30 seconds തന്നെ ഇറക്കുക. കിട്ടോ, യൂട്യൂബിലൊക്കെ കിട്ടോ, എത്ര വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഇനി യൂട്യൂബില് ചാനൽ തുടങ്ങണം. എനിക്ക് ചാനലുണ്ടല്ലോ. അല്ല, ചാനലുണ്ട് എന്റേതായിട്ടുള്ള ഒരു ഓക്കെ, എന്റെ മ്യൂസിക് ഒക്കെ തുടങ്ങുക. ഇപ്പോഴേ തുടങ്ങുക. നമുക്ക് വെക്കേഷൻ അല്ലേ, 2 മാസം. അപ്പൊ മൊത്തം ആരൻ മ്യൂസിക്. യെസ്, നമുക്ക് ഷെയർ ചെയ്യാം. സീനാണ് കേസ്. അപ്പം എന്താ പറയാ, നീ ഏബിൾട്ടൺ പഠിച്ചു, ഏബിൾട്ടൺ പെർസ്യൂ ഈ ഏബിൾട്ടണിൽ നിൽക്കുകയാണ്. അതിന് കുറേ DAW കുറേ സാധനങ്ങളുണ്ട്, കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ഏബിൾട്ടൺ ഇഷ്ടപ്പെട്ടോ സോഫാർ? കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ലോജിക്കാണ് കേസ് യൂസ് ചെയ്യുന്നത്. ഓ, ആപ്പിൾ. അല്ല, എനിക്ക് ലോജിക്ക് എന്തുകൊണ്ടും ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഞാൻ ഏബിൾട്ടൺ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഏബിൾട്ടണ് പിന്നീട് പ്രോ ടൂൾസ് ആണ് ഞാൻ രണ്ടും യൂസ് ചെയ്തോണ്ടിരുന്നത്. പ്രോ ടൂൾസ് ഇച്ചിരി ഹെവി ആയിട്ട് തോന്നിയുണ്ട്, ഏബിൾട്ടണിലോട്ട് ചാടി. ഏബിൾട്ടൺ അതിലും ഹെവി ആയിരുന്നു. പിന്നീട് എനിക്ക് കുറേ നാൾക്ക് ശേഷം പിന്നെ ഒന്നും കൂടെ പഠിക്കണമെന്ന് വിചാരിച്ചപ്പം എനിക്കൊന്നും പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഇച്ചിരി ഇന്റർഫേസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അപ്പൊ നോക്കിയപ്പോ ലോജിക്ക് ഭയങ്കര സിമ്പിളാ. ഇന്റർഫേസ് എല്ലാം സെയിമാ, പക്ഷെ ഇന്റർഫേസ് എന്തോ നല്ലൊരു ക്യൂട്ട് ഇന്റർഫേസ്. അങ്ങനെ ലോജിക്കിലോട്ട് ചാടിയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഏബിൾട്ടണിൽ തന്നെ നിൽക്കുമായിരുന്നു. ഏബിൾട്ടൺ എനിക്ക് വന്ന് ലൈവ് ഒക്കെ വായിക്കാൻ നൈസല്ലേ, ലൈവ് പരിപാടിക്കൊക്കെ പല ട്രാക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പിന്നെ അതിന്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. വായിച്ചോണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓ, അത് ഇതില് പറ്റൂല. ഇതില് മിഡിയൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിലും പറ്റൂടാ. അല്ല, പക്ഷെ ലൈവ് വരുമ്പോ നമ്മള് ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ സ്റ്റേജ് ആണ്. അതിന്റെ പേരെന്തായിരുന്നു? മെയിൻ സ്റ്റേജ് ആണ്, മറന്നേ. അപ്പൊ അതില് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റൂല, സീനാണ്. ഗൈസ്, അപ്പൊ നീ ഹോപ്പ്ഫുള്ളി അപ്പൊ അടുത്ത വർഷം ഒരു കിടിലം പാട്ടൊക്കെ ആയിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷം വേണ്ട, നീ ഇപ്പൊ വെക്കേഷൻ അല്ലേ, ഇവ 2 മാസത്തിനകത്ത് നല്ലൊരു പാട്ട്, നല്ല പാട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ, നിനക്ക് നല്ല പാട്ടെന്ന് പറയുമ്പോ ഇത്രയും ടെക്നിക്കലി ഇത്ര അങ്ങനൊന്നും ഇല്ല നിനക്ക്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് അതൊരു ഇത് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നീ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ. ഐ മീൻ ചെയ്ത് നമുക്ക് ഐഡിയ കിട്ടുമല്ലോ. കവറായാലും ചുമ്മാ ചെയ്തോ, അപ്പം നിനക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യെസ്, എന്തായാലും എന്റെ ഓഡിയൻസിന്റെ അടുത്ത് എന്തായാലും പറയണ്ടോ, കാര്യം ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് സീസൺ 2. സബ്സ്ക്രൈബ് ചെയ്യണം, അതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ ഗൈസ്, അപ്പം എന്താ പറയാ, സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആറിന് ഒന്നും കൂടെ താങ്ക് യു. കുറച്ച് നാളായിട്ട് ഇവനെ വിളിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എന്താ പറയാ, ഇവന് എക്സാം കഴിയട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പം എക്സാം കഴിഞ്ഞതും അവൻ എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞ വന്നോ, സെറ്റാണ്. ഇന്നാണെങ്കിൽ ഒരു കേക്കൊക്കെ ആയിട്ടാണ് വന്നത്, സീനാണ്. അപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് ഒരു നല്ലൊരു എന്താ പറയാ, ഇപ്പഴേ നിനക്ക് ഒരുപാട് സ്കില്ലുണ്ട്, നീ അത് കളയരുത്. ഒരിടത്ത് പൊടി പിടിച്ചിരിക്കാൻ നീ സമ്മതിക്കില്ലേ. ഓഫ്, സീനാണ്. എന്റെ വായിലൊന്നും പറഞ്ഞില്ല. അപ്പം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാ, നന്നായിട്ട് ഐ മീൻ സ്റ്റഡീസിൽ എക്സൽ ചെയ്യാ, അതുപോലെ തന്നെ ഇത് കൂടെ കൊണ്ടാ. യെസ്, ഓൺ ദാറ്റ് നോട്ട് myself എബി, ഇത് ആരൻ. അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.